DM പഠിക്കാൻ വേണ്ടി സേലത്ത് വന്ന 6 വ്യത്യസ്ത ജാതിയിലുള്ള ഫ്രണ്ട്സിന്റെ കഥയാണ്. ഇവൻ ശ്രീധരയ്യ, ശ്രീ എന്ന് വിളിക്കും. ഇത് ബിജുവും അബുവും. ഇവൻ വിനീത്, കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഇത് ആശിക്കും പൂക്കനും. ഇവർക്കിടയിൽ ജാതിയോ മതമോ ഒരു പ്രശ്നമായി വരുന്നില്ല. ഒമ്പത് മണിയാടാ, നീക്കറാ, ക്ലാസ്സിൽ പോണ്ട, നീക്ക് ആടാ. ഡോറ് തുറന്ന കുറച്ചടിക്കടാ, ബാക്കിൽ എടാ ഒന്നും കുളിന്നാനൊന്നും ഇല്ലേ? ഓ പിന്നെ ഒന്ന് വേഗം നോക്കടേ. നിക്ക് ഒരു മിനിറ്റ്. ജൂനിയേഴ്സ് ക്ലാസ്സിൽ വന്ന ആദ്യത്തെ ദിവസം സീനിയേഴ്സിന്റെ റൂമിൽ. എന്താടാ നിന്റെ പേര്? അർജുൻ. എന്തേ? അർജുൻ. എന്താടാ നിന്റെ പേര്? ആർക്കറിയാം. ആർക്കറിയാന്നോ? നിന്റെ പേര് നിനക്കറിയില്ലേ? അതല്ല ഏട്ടാ, ആർക്കറിയാം. കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താനോ തേനോ തേനിലാവോ മാമ്പഴമുട്ടോ. നീ എന്തിനാടാ കരയുന്നേ? ഇങ്ങ് വാ. ഡാ നിന്റെ കളിയാണല്ലോ കളി. ഓ എൻ്റെ കളിയല്ലേ, കളിച്ചു. ഹലോ ഡാ നീ എങ്ങോട്ടാ പോണേ? ആണോ? എപ്പോ? ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ഡാ നമ്മളെ ജൂനിയർ ബാച്ച് രാഹുലില്ലേ, അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 3 കുപ്പി ബ്ലഡ് വേണം. 1 കുപ്പി കിട്ടി, ഇനി 2 കുപ്പി വേണം. ഓ നെഗറ്റീവാ ബ്ലഡ്. ഈ തടിയൻ്റെ ഓനേറ്റീവ് ആണല്ലോ. നീ ഒന്നും മിണ്ടായിരുന്നേ, അതൊക്കെ അവര് നോക്കിയോളൂ. വെറുതെ ഈ കളിക്കുന്നതിൻ്റെ നീ ഇരുന്നേ, വാ കളിക്ക്. അതല്ലടാ ബിജു, ഒന്നില്ലെങ്കിൽ അവൻ നമ്മുടെ ജൂനിയർ അല്ലേ, നമ്മളാൽക്കുന്ന സഹായം ഒന്നും ചെയ്തു കൊടുക്കണ്ടേ? അതല്ലെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ഓ ശരി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ പോകണം, നമ്മളാൽക്കുന്ന സഹായം ചെയ്തു കൊടുക്കണം. അതിന് ഇനി ഒരാളും കൂടി വേണ്ടേ? നമ്മുടെ സീനിയർ ടോമിൻ്റെ സെയിം ഗ്രൂപ്പ് അല്ലേ? ഏയ് അതൊന്നും ശരിയാവില്ല. അവനായിട്ട് ഇതിനു മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായതാ. അതൊക്കെ ശരിയാവും, നിങ്ങൾ വാ. നിങ്ങൾ എവിടേക്ക്? ഞാൻ പോയിട്ട് വരാം. ഓമേട്ടാ, നമ്മളെ ജൂനിയർ ബാച്ചിൽ രാഹുലിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ 3 കുപ്പി ബ്ലഡ് വേണം. സോമേട്ടൻ്റെ സെയിം ഗ്രൂപ്പല്ലേ, അവന് വേണ്ടി വരാമോ? ഇല്ല, ഞാൻ ബിസിയാണ്. അല്ലെങ്കിൽ നീയൊക്കെ പറയുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ഞാനാരാ? നിനക്കൊക്കെ പണ്ട് ഞാൻ ഊഹിച്ചുള്ള അത് നിന്നെ കൊണ്ട് പുറമിക്കല്ലേ. ഞാൻ പറഞ്ഞല്ല അപ്പോഴേ നിന്നോട് ഇതൊന്നും വേണ്ടാന്ന്. അതല്ലടാ ബിജു, ഒക്കെ ശരിയാവും. പഠിച്ചുകൊണ്ട് നമ്മളെ കൂടെ. എന്തിനാണ് നീ കരയുന്നേ? അതല്ലേട്ടാ, വീട്ടിലെ പ്രശ്നങ്ങൾ ആലോചിച്ച് കരഞ്ഞു പോയതാണ്. അതെന്താ എത്ര വലിയ പ്രശ്നം? എനിക്ക് അച്ഛനില്ല. അച്ഛൻ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ ഒഴിവാക്കി പോയതാണ്. കൂലിപ്പണിക്ക് പോയിട്ടാണ് എന്നെ അമ്മ ഇതുവരെ പഠിപ്പിച്ചത്. ഞാനിപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നതിന് നാട്ടിലൊരു സംഘടനയുടെ കാരണം കൊണ്ടാണ്.
അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇതൊക്കെ നിങ്ങളെ ടാലൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചേട്ടന്മാർ വെറുതെ ചെയ്യുന്നതല്ലേ. ഇവിടെ ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ, ഈ ഞാൻ പോലും. നമ്മളെ സങ്കടം നമ്മൾ ഉള്ളിലൊതുക്കും. നമ്മൾ ചിരിക്കുന്ന മുഖമേ മറ്റുള്ളവർ കാണാൻ പാടുള്ളൂ. രാഹുൽ എങ്ങനെയുണ്ട്? കുറവില്ലേ? ചേട്ടൻ ചെയ്ത സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ രക്ഷിച്ചത് എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെയും സ്വപ്നങ്ങളെയുമാണ്. നീ നന്ദി പറയേണ്ടത് എന്നോട് മാത്രമല്ല, ഇവരോട് കൂടിയാണ്. തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. തിരിച്ച് പ്രതീക്ഷ കൊണ്ട് ചെയ്യുന്നത് സ്നേഹമല്ല, കടം കൊടുക്കലാണ്. എന്നാ ഓക്കെ, എന്നാ ശരി, ബൈ. ഡാ അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്ര വലിയ കാര്യമായിരുന്നു അല്ലേ? അതല്ല ഡൂക്ക, ആപത്തഘട്ടത്തിൽ നമ്മളവരെ നമ്മളെ സഹായിക്കാൻ 1000 കൈകളുണ്ടാവും. ഈ വരുന്ന 18 പെരുന്നാളാ, നാട്ടിൽ പോകണം. അപ്പം നല്ല ബിരിയാണിയൊക്കെ കിട്ടില്ല നിനക്ക്? നമുക്ക് കിട്ടുമോ ബിരിയാണി? അതിന് നിങ്ങൾ വരുമോ? ആ, ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ റെഡി. എന്നാ നമുക്ക് പോയാലേ? എന്ത് ചോദിക്കാനേട്ടൻ? പോവാം. വേണ്ട മോനെ, ബിരിയാണി ഉണ്ടാക്കാൻ ഉമ്മടയിൽ ഇവിടുന്നാണ് കാശ്. പറഞ്ഞില്ല അത് എന്നോട്. എടാ അവനെന്താ മാറിയിരിക്കണേ? ഡാ വാടാ. ഇല്ല ഇല്ല ഇല്ല, കുറെ നേരമല്ലേ ഈ പട്ടിക്കാട്ടിൽ നടക്കുന്നത്? വണ്ടി സൈക്കിളൊന്നും അങ്ങോട്ട് അനങ്ങി നടുതടിയാ. നമ്മളെങ്ങനെ എത്തുന്നത്? എത്തിയടാ. ഇതാ ആച്ചിക വന്നു. മോനെ അബു, എന്താ നേരം വൈകിയത്? ഡാ, ഇത് പാത്തു, ഇതുമ്മ. ഉമ്മ ബിരിയാണി ആക്കിയിട്ടില്ല? ഇല്ല മോനെ, ബിരിയാണി ഉണ്ടാക്കാൻ ഉമ്മഴയിൽ പൈസ ഇല്ലായിരുന്നു. കപ്പ പുഴുങ്ങിയിട്ടുണ്ട്, ഇത് തന്നെ കടം വാങ്ങിയിട്ടാ. ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ല ബിരിയാണി ആക്കാൻ. ഡാ, ഉമ്മ ബിരിയാണി ആക്കിയിട്ടില്ലടാ, കപ്പ ഉണ്ടാക്കിയത്. കപ്പ മതിയറാ, ബിരിയാണി എന്തിനാ? എടാ ഇതാണോ അവന്റെ വീട്? ആ, എനിക്കൊന്നും അറിയില്ല. പിന്നെന്താ ഇവൻ നമ്മളോട് ഇതൊന്നും പറയാൻ? ഒന്നും ചോദിക്കണ്ട, ഒക്കെ റൂമിലെത്തട്ടെ. ഉമ്മ, ഇവര് പോകാന്നാ പറയുന്നത്. അതെന്താ മക്കളെ നിങ്ങൾ ഇത്ര നേരത്തെ പോകുന്നത്? അതുകൊണ്ടല്ലമ്മ, ഇപ്പം തന്നെ ലേറ്റ് ആക്കണം. ഇപ്പം ഇറങ്ങിയാലേ നാളെ ക്ലാസ്സിന് കറക്റ്റ് ടൈമിൽ എത്താൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ്. എന്നാ ശരി, നമ്മൾ പോയാലോ. പോട്ടമ്മ. എല്ലാവരും ഫീസ് അടച്ചോ? ആ സാർ, ലാസ്റ്റ് ഡേറ്റാണ് ഞാൻ പറഞ്ഞതാണല്ലോ, പിന്നെന്താ ഫീസ് അടക്കാഞ്ഞത്? സാർ, ഞങ്ങൾ ഫീസ് അടച്ചതാണല്ലോ. ഇല്ലല്ലോ, അപ്പോൾ ഫീസ് അടച്ചിട്ടില്ല. അവന് ഞാൻ ലെറ്റർ അയച്ചതാണല്ലോ. അപ്പൊ ഫീസ് അടിച്ചില്ലേ? പിന്നെന്താ നമ്മളോട് പറയാതിരുന്നേ? ആ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ പോയാൽ പിന്നെ തിരിച്ചു വരാതിരുന്നത്. ഹലോ, സദ്ദാം സാറല്ലേ? ഞാൻ അബുവാണ്. സാറേ, എനിക്കെന്നെ ഫീസ് കെട്ടാൻ കഴിയില്ല സാറേ, ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല. ഇതാ സാർ, അബുവിന്റെ ഫീസ് അടിച്ച റെസീറ്റ്. ഇതാരാ അബുവിൻ്റെ ഫീസ് അടച്ചത്? അത് ഡാ, അവൻ്റെ ഫീസ് നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചാലോ? ഓ, അത് ശരി. അത് ശരിയാ, 60,000 ഉള്ളൂ, നമുക്ക് എല്ലാവരും ഷെയർ ചെയ്യാം. എൻ്റെ ഒരു 12 ഉറുപ്പ്യ ഉണ്ട്. 4 6 2. ആ, ഈ കാലത്ത് ഈ 500,000 പിച്ചക്കാര് പോലും എടുക്കൂല. ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇതാടാ, ഇതിലുണ്ട് ആവശ്യത്തിനുള്ളു. ഇതിലുണ്ട് കുറച്ച്. ഇതിലുണ്ടതും ഉണ്ട്. ആ, ഓക്കെ ഓക്കെ. ഹലോ അബു അല്ലേ? നിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ട്, നീ നാളെ തന്നെ ക്ലാസ്സിൽ വരണം. ഹലോ, ബിജു അല്ലേ? ഞാൻ അബുവാണ്. ഏത് അബു? നിന്റെ ഫ്രണ്ടാടാ. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അവൻ എന്ത് പറഞ്ഞാലും അവനോട് ഒന്നും മിണ്ടണ്ട. ഇല്ല ഇല്ല ഇല്ല. എടാ, അവൻ വരുന്നുണ്ടോ? നോക്ക്. എടാ, നീ നോക്കണം. ജാതിയും മതവും നോക്കാതെ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കണം.